അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. സത്യം പറയാലോ ഇപ്പൊ ആകെ ഒരു ശൂന്യതയാണ്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞെടുക്ക മതിയേന് ഈ വോട്ടെടുപ്പ് എന്ന് തോന്നിപ്പോവാണ്. ഇത്രയും ദിവസം എന്തൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അഖിൽ മാരാറും അഞ്ജലി നായരും ആതിര നായരും റോബിനും അങ്ങനെ എല്ലാരും കൂടി നമ്മൾ ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിച്ച് ചിരിപ്പിച്ചതിന് കയ്യും കണക്കില്ല അല്ലെ. സർക്കസിലെ കോമാളികളെ പോലായിരുന്നു ഇവരൊക്കെ. ഇവരുടെയൊക്കെ സഹായം കൊണ്ട് ഇലക്ഷൻ കോമഡികൾ എന്ന പേരിൽ എപ്പിസോഡായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളൊക്കെ വമ്പൻ ഹിറ്റ് ആവുകയും ചെയ്തു. നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇനിയിപ്പോ അതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, എല്ലാം അവസാനിക്കാൻ പോവാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ഊറ്റിയെടുക്കൂട്ടോ, അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ഇന്നലെ വോട്ടെടുപ്പിന്റെ ഇടയിലും പലതരത്തിലുള്ള കോമഡി നാടകങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് ഭാഗങ്ങളെടുത്ത് നമ്മൾ ഇന്ന് രാവിലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഞാൻ പറയണ്ടല്ലോ, എപ്പോഴത്തെയും പോലെ NDA സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇന്നലത്തെയും താരങ്ങൾ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എന്തായാലും നമുക്ക് അഖിൽ മാരാറിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്വയം പുകഴ്ത്തൽ മാരാറാണല്ലോ ഈ കോമാളികളുടെ എല്ലാം തലതൊട്ടപ്പൻ. അപ്പൊ പിന്നെ അയാളിൽ നിന്നും തുടങ്ങുന്നത് തന്നെയാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ ശോഭാ സുരേന്ദ്രൻ ഒരു അമ്മച്ചിക്ക് പൈസ കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിച്ചൊരു സംഭവം എല്ലാവർക്കും അറിയാലോ അല്ലെ. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഇത് തന്നെയാണല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പൊ ഈ സംഭവത്തെ കുറിച്ച് ഇന്നലെ നമ്മുടെ അഖിൽ മാരാർ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മാരാർ എന്താണ് പറഞ്ഞെന്നുള്ളതൊന്ന് കണ്ടുനോക്കാം. ഏറ്റവും നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ വീടുകൾ കയറുന്ന സമയത്തും പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തും ഒക്കെ ജനത്തെ സംബന്ധിച്ച് അവർക്കൊരു ചേഞ്ച് വേണമെന്നുള്ള ഒരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. അതെ, ചേഞ്ച് വേണം. അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തതില്ലേ. പക്ഷെ ഒരു ചേഞ്ചിന് വേണ്ടി ആരെങ്കിലും ചാണകക്കൂലൊക്കെ എടുത്ത് ചാടോ? ഇല്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ അവർ LDFനെയും UDFനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിപ്പിച്ചോളൂ. അങ്ങനെയാണ് ഇത്രയും കാലത്തെ പതിവ്. ആ പതിവ് തെറ്റിക്കാൻ തൽക്കാലം നിർവാഹമില്ല. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്തായാലും നിന്നെ പോലുള്ള ഒരു നിർഗുണ പരിഭ്രമത്തെ മലയാളികൾ ജയിപ്പിക്കാൻ പോണില്ല. അതുകൊണ്ട് മാരാർക്കുട്ടി അങ്ങോട്ട് മാറിയിരുന്ന് സ്വയം പൊങ്ങിയാട്ടെ. നിന്നെ കൊണ്ട് അതിന് മാത്രമേ പറ്റൂ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അപ്പൊ അത് ബൂത്ത് ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സെൽഫി എടുക്കുന്നത് പഴയ അഖിൽമാരാർ ബിഗ് ബോസ് ചോദിച്ചതിനു ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അവരങ്ങനല്ല. അവരുടെ ഒരു കാൻഡിഡേറ്റിനെ, അവരുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കത്തക്ക ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ കൂടി വരുന്നത്. അപ്പൊ അതൊരു പ്രോബബിലിറ്റി ആണത്, അതൊരു ട്രെൻഡാണത്. ഒരു അഖിൽമാരാർ തരംഗം തൃക്കാക്കരയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈലന്റ് സൂചന എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തോന്നാ തൃക്കാക്കരയിൽ അഖിൽമാരാർ തരംഗോ? ചുമ്മാ ചിരിപ്പിക്കാതെ പോവാക്കിലേട്ടാ. കഴിഞ്ഞ ദിവസം ചന്ദ്രനിൽ പോയ ആർട്ടിമിസ് 2 ഉണ്ടല്ലോ, ഇവൻ അതിനെ താഴെ എങ്ങനെ കൊണ്ടുപോയി നിർത്തിയാൽ മതിയെന്നു. വെറുതെ കുറെ ഫ്യൂല് കത്തിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇവൻ അതിനെ താഴെ കൊണ്ടുപോയി നിർത്തിയിരുന്നെങ്കിൽ ഇവന് സ്വയം പൊങ്ങുമ്പോ അതിന്റെ കൂടെ ആർട്ടിമിസ് 2 കൂടി ചന്ദ്രനിലേക്ക് പൊങ്ങിപ്പോയേനെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ. തൃക്കാക്കരയിൽ അഖിൽമാരാർ തരംഗമാണ് പോലും. ഉണ്ടയാണ് ഉണ്ട. ഇവരെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവൻ റിയാലിറ്റിയിലൊന്നും അല്ല ഉള്ളത് മോഞ്ഞെ. ഇത് ബിഗ് ബോസ് അല്ല കേട്ടോ, ഒരു ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഹോട്ട്സ്റ്റാറിൽ ചെയ്ത വോട്ടൊന്നും ഇവിടെ കണക്കി കൂട്ടൂല, അത് മറക്കണ്ട. എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല, അഖിൽമാരാർ തരംഗം എന്നൊക്കെ ഇവന് സ്വയം പറയേണ്ടി വന്നല്ലോ എന്നുള്ളതാണ്. എന്നെ തള്ളാൻ വേറൊരു തെണ്ടിയുടെയും ആവശ്യമില്ല എന്നൊരു ലൈനാണെന്ന് തോന്നുന്നു പുള്ളിക്കാരന്. കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവനെ വർത്താനം കേട്ട് ചിരിക്കുകയാണ്. ഇവൻ 8 നിലയെ പൊട്ടുമെന്ന് അവർക്ക് തന്നെ അറിയാം. തരംഗമാണ് പോലും. അണ്ടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ബാക്കി പറഞ്ഞാലും ഈ മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ ആരും കാണാത്ത മേഖലകളിൽ നിന്നാണ് സംഭവിക്കുന്നത്. പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ആരും കാണാതെ ആർക്കും അറിയാത്ത ഏതോ പാരലൽ വേൾഡിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ യഥാർത്ഥ ലോകത്തൊന്നും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് മാരാർക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിപ്പോ മാരാറുടെ ഒരു ഫാന്റസി ലോകമാണ്. അവിടെ രാജാവും പ്രജയും ഒക്കെ അഖിൽമാരാർ തന്നെയാണ്. അപ്പൊ പിന്നെ എന്ത് വേണമെങ്കിലും നടക്കാലോ. ബാക്കി ഉണ്ടോ എന്തായാലും. നിങ്ങൾ കാണുന്ന മേഖലയിൽ ഇപ്പൊ തൃക്കാക്കര നിങ്ങൾ പോയി ചോദിക്കുന്ന എല്ലാവരും ഇവിടെ വോട്ടറാവണമെന്നില്ല. പക്ഷെ വോട്ടേഴ്സിന്റെ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ വോട്ടേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വീടുകൾ കയറി ഇറങ്ങി ക്യാമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ. ഒരുപക്ഷെ എന്റെ 5 കിലോ വരെ കുറഞ്ഞു. ശരി, ഇതിപ്പോ ലാഭമായല്ലോ. 5 കിലോ കുറഞ്ഞില്ലേ? മതി, അത് മതി. ഇതിൽ കൂടുതലൊന്നും ഇനി പ്രതീക്ഷിക്കരുത്. ഇതൊരു ബോണസ് ആയിട്ട് കൂട്ടിയാൽ മതി. ഭാവിയിൽ കൊച്ചു മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ചോദിക്കും, അപ്പൂപ്പ 2026 നിയമസഭാ ഇലക്ഷന് മത്സരിച്ചിട്ട് നിങ്ങൾ എന്ത് നേടിയെന്ന്. അപ്പൊ മാരാർക്ക് അഭിമാനത്തോടെ പറയാം, എനിക്ക് 5 കിലോ കുറയ്ക്കാൻ പറ്റിയ മക്കളെ എന്ന്. വലിയൊരു അച്ചീവ്മെന്റ് തന്നെയല്ലേ അത്. സന്തോഷിച്ചാട്ടെ. ബാക്കി പറഞ്ഞാലും അതായത് ഞാൻ എല്ലാ ദിവസവും ഒരു 300 മുതൽ 400 വരെ വീട് കയറിയതിനു ശേഷമാണ് ഇന്നലെയും ഞാൻ അത്രയും 500-ലധികം വീടുകൾ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. BJPയിൽ ഇപ്പോൾ പല വിധത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നു. പാലക്കാട് വോട്ടിന് നോട്ട് എന്നുള്ള വലിയ പ്രശ്നം നടക്കുന്നു. അവിടെ ആണെങ്കിൽ A ക്ലാസ് മണ്ഡലം ഒക്കെ ആയിട്ട് കരുതുന്നതാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് തിരിച്ചടിക്കൂ? അല്ല, അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്താണ് നടന്നതെന്നുള്ള റിയാലിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഞാൻ ഒരു കാലത്തും സത്യമാണെന്ന് വിശ്വസിക്കുന്നതില്ല. മാധ്യമത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ സാധ്യതയുള്ള വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. സത്യം പുറത്തു വരുന്നതിന് മുമ്പേ കള്ളം 1000 പടി സഞ്ചരിക്കുമെന്ന് പറയുന്ന കണക്ക് എന്താണ് സത്യം എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ്. എന്താണ് സത്യം എന്ന് അറിയാനൊന്നുമില്ല. അതൊക്കെ എല്ലാവരും എപ്പോഴേ അറിഞ്ഞു കഴിഞ്ഞു. ഇനി മാരാറ് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ശോഭാ സുരേന്ദ്രൻ വോട്ട് മറിക്കാൻ വേണ്ടി നോട്ട് എറിഞ്ഞു, അതാണ് സത്യം. അതൊക്കെ എല്ലാവരും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. എന്നിട്ട് പിടിക്കപ്പെട്ടപ്പോൾ ശോഭ ചേച്ചി കിടന്ന് ഉരുളുന്നതും നമ്മൾ കണ്ടതാണ്.
ബാക്കി പറഞ്ഞാട്ടെന്തായാലും. അത് 100% ഉണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രചരണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്റെ ഒരു പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അറിയാതെ എന്നോട് വിഷമമുള്ളവരെ, ഞാനൊരു ക്ഷേത്രത്തിൽ പോയാലും എവിടെ പോയാലും എന്റെ അടുത്ത് ദുഃഖമായിട്ട് വരുന്ന ഒരാൾക്ക് പൈസ കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു ഞാൻ. ഓ പിന്നെ വലിയൊരു ദാനശീലം വന്നേക്കുന്നു. കോപ്പാണ്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച ആളാണ് നീ എത്ര വല്ല ഉടായ്പാണെന്ന് അറിയാൻ അത് മാത്രം മതി. പറയുന്നത് കേട്ടാ തോന്നും ഈ നാട്ടിലെ പാവങ്ങൾക്കൊക്കെ മാസം ചെലവിന് കൊടുക്കുന്നത് ഇവനാണെന്ന്. ഒരു തേങ്ങയുമില്ല, വെറും ഡയലോഗ് മാത്രം. എന്നാലും ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തതിനെ ന്യായീകരിക്കുമ്പോൾ പോലും ഒരു സൈഡിൽ കൂടെ സ്വയം പുകയ്ത്താനുള്ള ആശാന്റെ ഒരു ഇത് നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. ഇങ്ങനെ ഒരു സ്വയം പൊങ്ങി വേണം. ഐ മീൻ റോക്കറ്റ്, മനസ്സിലായില്ലേ? നമ്മള് വിഷുവിനൊക്കെ പൊക്കി വിടുന്ന വേണം, അല്ലാണ്ട് മറ്റേതല്ലോ. അത് പോട്ടെ, എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഞാൻ പക്ഷേ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് ചിന്തയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്ത് തെരഞ്ഞെടുപ്പാണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഈ മനുഷ്യരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഇന്നലത്തെ ജനപ്രതിനിധിയോട് ദേഷ്യം വരുന്നത്. ഇവരെ ഇങ്ങനെ ആക്കി മാറ്റിയതാരാണ്? ശോഭാ സുരേന്ദ്രന്റെ കൂടെ പോയ ഒരാൾക്ക്, ഏതെങ്കിലും ഒരാൾക്ക് പണം കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്ന വാർത്ത സത്യമാണെങ്കിൽ ആ മനുഷ്യനെ അങ്ങനെ അവസ്ഥ, ഈ ഗതികെട്ട് തെണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ്? ഇവിടെ പൈസക്ക് വേണ്ടി ആര് തെണ്ടി? വെറുതെ അമ്മച്ചിനെ പിടിച്ച് തെണ്ടിയാക്കല്ലോ മാരാറെ. ഉളുപ്പുണ്ടോ നിനക്ക്? ആരും ഇവിടെ പൈസക്ക് വേണ്ടി തെണ്ടിയിട്ടില്ല. അങ്ങനെ തെണ്ടേണ്ട ഗതികോടൊന്നും തൽക്കാലം ഇവിടെ ആർക്കില്ല. നിന്റെ പാർട്ടി ഭരിക്കുന്ന നോർത്ത് ഇന്ത്യ അല്ലത്. പൈസക്ക് വേണ്ടി തെണ്ടി പോലും അങ്ങോട്ട് പോയി കൈക്കൂലി കൊടുത്ത് വോട്ട് മറിക്കാൻ നോക്കിയതും പോരാഞ്ഞിട്ട് ഇപ്പൊ വയസ്സായ അമ്മച്ചിയും പിടിച്ച് തെണ്ടിയാക്കിയിരിക്കുന്നു. എന്തോന്നടേ ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അത് ഇന്നലകളിൽ ഇവിടെ ഭരിച്ചവരല്ലേ? ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മനുഷ്യരെ മുഴുവൻ ഈ അവസ്ഥയിലാക്കി കഴിഞ്ഞപ്പോൾ അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. പക്ഷെ നിരവധി മനുഷ്യരുടെ അവശതകളിൽ പെട്ട് കിടക്കുന്നുണ്ട്, അസുഖങ്ങളിൽ പെട്ട് കിടക്കുന്നുണ്ട്, ആരും നോക്കാനില്ലാതെ പെട്ട് കിടക്കുന്നുണ്ട്. അവരൊക്കെ ആരെങ്കിലുമൊക്കെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ജാഗ്രത പുലർത്തേണ്ടതായിരുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളൊരു 50 പേര് പ്രചരണത്തിന് പോയാൽ അതിൽ ഒരാൾ ചിലപ്പം ഒരു സഹായം എന്ന രീതിയിൽ ഇങ്ങനൊരു കാര്യം ചെയ്യില്ല, നമുക്കറിയത്തില്ല. ഇനി എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഒരാൾ എന്റെ കൂടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ തൃക്കാക്കരയിലെ എല്ലാ BJP-കാരെയും എനിക്കറിയില്ല, എല്ലാ 2020-കാരെയും എനിക്കറിയില്ല. ആരെങ്കിലും ഒരാൾ എന്നെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തോടെ മറ്റൊരുത്തിന്റെ കയ്യിൽ നിന്ന് കാശും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഓ, ഇപ്പൊ അങ്ങനെ ആയോ? അപ്പൊ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ മാരാർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലെ? പക്ഷെ വേറെ ആരോ പുറത്തു നിന്നും പാർട്ടിയിലേക്ക് നൊഴിഞ്ഞു കയറി ചെയ്ത പരിപാടി ആവാനാണ് സാധ്യത എന്നുള്ളതാണ് മാരാരുടെ കണ്ടെത്തൽ. അതിന്റെ പൊന്നു മാരാറെ, ആകെ 4, 2, 6 പേരാണ് നിങ്ങളുടെ കൂടെ പ്രചരണത്തിനുള്ളത്. അതുപോലും സ്വന്തം ആൾക്കാരാണെന്ന് ഉറപ്പില്ലാത്ത നീയൊക്കെയാണോ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കാൻ പോണത്? കഷ്ടം തന്നെ. എന്തായാലും ഇതിനിടയിൽ നമ്മുടെ ശോഭ ചേച്ചി വിഷയം മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പാലക്കാട്ടിലെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് പിഷാരടിക്കും ഷാഫി പറമ്പിലിനും എതിരെയൊക്കെ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ വോട്ടെടുപ്പിനിടയിൽ ശോഭ ചേച്ചി ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. ആശാനും ശിഷ്യനും കൂടിയിട്ട് പീഡിപ്പിച്ച ഈ പെൺകുട്ടിയുമായി UDF-ന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ തെളിയിക്കണ്ടേ? ബന്ധമുണ്ടോ ഇല്ലയോ തെളിയിക്കണോ വേണ്ടയോ? ബന്ധമുണ്ടോ? അത് തെളിയിക്കും. എന്നാ പിന്നെ അത് തെളിയിച്ചിട്ട് വന്നിരുന്ന് കൊണച്ചാ പോരെ? അല്ലാതെ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം പൊക്കി പിടിച്ച് വന്നിരിക്കുന്നത്? ഓ, എന്നാലല്ല പൈസ കൊടുത്ത സംഭവത്തെ മുക്കിക്കളയാൻ പറ്റത്തുള്ളൂ അല്ലെ? എന്തായാലും ചേച്ചിയുടെ ബുദ്ധി വിമാനം തന്നെ. തെളിയിക്കേണ്ടേ എന്ന് ചോദിച്ച് നടക്കാണ്. എന്തൊരു ശുഷ്കാന്തിയാണെന്ന് നോക്കിക്കേ. എന്തായാലും ചേച്ചി വേഗം പോയി തെളിയിച്ചാട്ടെ. ചേടാ, വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ അല്ലെ? ഇനിയിപ്പോ ചേച്ചിക്ക് പഴയ ശുഷ്കാന്തി ഒന്നും കാണില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഇതിനെ കുറിച്ച് ചോദിച്ചാ വേണമെങ്കിൽ നിങ്ങൾ പോയി തെളിയിച്ചെന്നായിരിക്കും ചേച്ചിന്റെ മറുപടി. ബാക്കിയാണ്ടോക്കെ എന്തായാലും ഞാൻ പറയുന്നത് അല്ലല്ല, അത് നിങ്ങൾക്ക് എന്തിനാ എത്ര ധൃതി? ഞാൻ വികസനമാണ് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, അത് മനസ്സിലായി. ചേച്ചി വികസനമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അടുത്ത കോമഡി പറഞ്ഞാട്ടെ. ഈ വിഷയങ്ങൾ ഞാൻ 10-ാം തീയതിക്ക് ശേഷം പറയും. എന്നെ പല പെൺകുട്ടികളും വന്ന് കണ്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുമുണ്ട്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. എവിടെയാണ് പെൺകുട്ടി? അവളെ കൊന്നോ? ദളിത് പെൺകുട്ടി എവിടെ? എവിടെ ചേച്ചി പറഞ്ഞാട്ടെ? എവിടെ? അല്ല ചേച്ചി, നിങ്ങളെ കയ്യിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളൊന്നും ഇല്ലേ? ഇടക്ക് കുറച്ച് ഉത്തരങ്ങളും കൂടി പറയുന്നു. അല്ലാണ്ട് ഇങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ ചോദ്യം ചോദിച്ച് കളയല്ലേ. എന്തായാലും ശോഭ ചേച്ചിയുടെ ഈ ആരോപണത്തിന് രമേശ് പിഷാരടിക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടോക്കാം. അപ്പൊ ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് എറണാകുളത്ത് നിന്ന് ഒരു പെൺകുട്ടി വന്ന് കണ്ടിരുന്നുവെന്നും വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തുവിടുന്ന പറഞ്ഞു. എറണാകുളത്തു നിന്നൊരു 10-20 പോലീസ് സ്റ്റേഷനുകളും 10-20 നിയോജക മണ്ഡലങ്ങളും താണ്ടി ഇവിടം വരെ വന്ന് മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു കാര്യം ഇതുപോലെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അത് അപ്പം തന്നെ പുറത്തിറക്കാനല്ലേ എല്ലാവരും നോക്കുള്ളൂ. അതെ, അതൊരു പോയിന്റാണ്. രമേശ് പിഷാരടിക്കെതിരെ അങ്ങനെ ഒരു പെണ്ണ് കേസ് ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ മാത്രം പുണ്യാളന്മാരൊന്നുമല്ല ഇവിടുത്തെ മറ്റു രാഷ്ട്രീയക്കാർ. പ്രത്യേകിച്ച് ശോഭ ചേച്ചിയുടെ പാർട്ടിയും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് അഖിൽ മാരാറിലേക്ക് തന്നെ തിരിച്ചു പോകാം. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അഖിൽ മാരാറുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങോട്ട് അടിച്ചു പോയി. അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം കൂടി നടന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ തന്റെ മറ്റൊരു അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചുതരാം.
തൃക്കാക്കരയിൽ എന്റെ മുന്നേറ്റം ഭയന്ന് എന്റെ 6 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജ് കേരള പോലീസ് ഇന്ത്യയിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ കേരള പോലീസിന് എന്റെ വക 1000 അഭിവാദ്യങ്ങൾ. അങ്ങനെയെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്തല്ലോ, സന്തോഷം. പക്ഷെ എന്നാലും കേരള പോലീസ് ഇങ്ങനെ ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. പോലീസുകാർ അങ്ങനെയൊക്കെ ചെയ്യോ? ആർക്കറിയാമല്ലേ? വല്ല ചെക്കന്മാരും ഹാക്ക് ചെയ്തതാവും, ഇയാളുടെ കൊണയടി സഹിക്കാൻ വയ്യാതെ ചെയ്തതാവും, അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പോണ്ട് ചെയ്തതാവും. തൃക്കാക്കരയിൽ എന്റെ മുന്നേറ്റം ഭയന്ന് കേരള പോലീസ് എന്റെ അക്കൗണ്ട് പൂട്ടിച്ചെന്നാണ് ആശാൻ എഴുതി വെച്ചേക്കുന്നത്. അല്ല മോനെ, നീ തൃക്കാക്കരയിൽ മുന്നേറിയാലും ഇല്ലെങ്കിലും പോലീസിന് എന്താണ് പ്രശ്നം? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. എന്തായാലും തൃക്കാക്കരയിൽ നീ ജയിക്കാൻ പോണില്ല എന്ന് നിനക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാ മോനെ ഇങ്ങനെ വന്ന് കൊണ അടിക്കുന്നത്? മടുപ്പ് തോന്നുന്നില്ല നിനക്ക്? അറിയാത്തോണ്ട് ചോദിക്കാണ്. ബാക്കി വെച്ചോക്ക്. എന്തായാലും എന്റെ ശബ്ദം പലരെയും ഭയപ്പെടുത്തുന്നു. വാ മൂടിക്കെട്ടിയിരിക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല. അല്ല മോനെ, ഇജ്ജ് വായെന്ന് മൂടിക്കെട്ടല്ലോ. അതിന് നമ്മൾ ആരും സമ്മതിക്കൂല. ആർക്കാണ് അവിടെ മാരാരുടെ വായ മൂടിക്കെട്ടേണ്ടത്? എന്റെ ഒക്കെ നെഞ്ചത്ത് ചവിട്ടിട്ട് നിനക്കൊക്കെ മാരാറുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റും. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വാരിക്കോരി കണ്ണിന് തരുന്ന മുത്താണ് മാരാറ്. ഓനെ തൊടാൻ നമ്മൾ ആരും സമ്മതിക്കൂല. പ്രത്യേകിച്ച് ഓന്റെ വായ മൂടിക്കെട്ടാൻ ആരെയും സമ്മതിക്കൂല. ഓന്റെ വായിൽ നിന്ന് വരുന്ന പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ഇലക്ഷൻ കാലം എന്തൊരു ബോറാകുമായിരുന്നെന്ന് ആലോചിച്ച് നോക്കിങ്ങള്. അത്രേ ഉള്ളൂ. ബാക്കി അയച്ചോക്ക്. എന്തായാലും പിണറായിക്ക് വേണ്ടി പണിയെടുക്കുന്ന സൈബർ ഡിപ്പാർട്ട്മെന്റിലെ ഏതവനായാലും കോടതി കയറ്റും ഞാൻ. നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാത്ത എന്നെ ഇല്ലാതാക്കുക, ഞാൻ പറയുന്ന ജനത്തിന്റെ മുന്നിൽ നിന്നും തടയുക എന്ന ഉദ്ദേശമാണെങ്കിൽ നടക്കില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഉച്ചത്തിൽ ഞാൻ സംസാരിക്കും. പിന്നെ ഒന്നിനെയും വെറുതെ വിടരുത് മാരാറേട്ടാ. എല്ലാത്തിനെയും നമുക്ക് കോടതി കയറ്റണം. മാരാറോടാണ് കളി. എന്തായാലും ഈ പോസ്റ്റ് എടുത്തതിന് ശേഷം മാരാർ തന്നെ മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും മാരാറിന്റെ ആ വീഡിയോ കണ്ടോക്കാം. പ്രിയമുള്ളവരെ നമസ്കാരം. കേരള പോലീസ് കാണിച്ച ഒരു നാറിയ പരിപാടി നിങ്ങളുടെ അടുത്തേക്കൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. സമൂഹത്തോട് സംവദിക്കാൻ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ്, പല വിഷയങ്ങളുടെ സത്യാവസ്ഥകളും പല വിഷയങ്ങളും ഞാൻ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിനെ ഈ പോലീസിനും സർക്കാരിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഇത്രയേറെ ഭയമാണോ എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ പേജ് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ഇവർ ശ്രമിച്ചത്? ഇന്ത്യക്ക് പുറത്ത് എന്റെ പേജ് അവൈലബിൾ ആകുമ്പോൾ ഇന്ത്യക്കുള്ളിലുള്ള അകത്തുള്ള ആൾക്കാർ കുറെ അനുഭവിച്ചു. ഇനി ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരും കൂടെ അനുഭവിക്കട്ടെ എന്ന് കേരള പോലീസ് കരുതി കാണും. അതുകൊണ്ടായിരിക്കും ഇന്ത്യയുടെ പുറത്ത് മാത്രം നിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആക്റ്റീവ് ആക്കിയത്. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? ബാക്കി പറഞ്ഞാട്ടെന്തായാലും. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ജനത ഇത് അറിയരുത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സത്യങ്ങൾ അറിയരുത് എന്ന് ഭയപ്പെട്ട് തൃക്കാക്കരയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മാറ്റങ്ങളുടെ അവസ്ഥകളിലെ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം, ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പോലീസിന് ഭയം വരാനുള്ള കാരണം തൃക്കാക്കരയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയാലിറ്റി അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ കേരള പോലീസിനെതിരെ ഹൈക്കോടതിയിൽ പോകും. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്റെ ഫേസ്ബുക്കിന്റെ കംപ്ലീറ്റ് പേജും നിങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടി ജനാധിപത്യ വിരുദ്ധമാണ്. ഈ രാജ്യത്തെ ഒരു പൗരന് അവന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിയോജിപ്പ് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. എന്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ ബന്ധപ്പെടുത്തി നിങ്ങൾ നിയമപരമായി പോകുന്നതിന് പകരം ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ എടുത്ത് കളഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് എന്നെ പേടിച്ചിട്ടാണ്. നാണമില്ലേടാ നിനക്കൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ, കേരള പോലീസ് നിന്നെ കണ്ട് പേടിച്ച് തൂറി. ഒന്ന് പോടെ ചേർക്കാം. ഇങ്ങനെ ഇരുന്ന് വായത്താളം വിടാനല്ലാതെ നിന്നെ കൊണ്ടൊക്കെ എന്തിനു പറ്റും? മെയ് 4 അതോടെ തീരല്ലോ നിന്റെ ഈ കൊണയടി. അതുവരെ ഇതൊക്കെ സഹിച്ചാൽ മതിയല്ലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.